ഈ വീഡിയോ ഒരല്പം ലെങ്ത് ഉള്ളതാണ്. നിങ്ങളിത് മുഴുവൻ കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങൾ പറയാം. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഗ്രാമത്തിലേക്കുള്ള റോഡ് വളരെ മോശമായപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഇന്ന് അതേ റോഡിന്റെ അതിഗംഭീരമായ മാറ്റം നിങ്ങളോട് ഞാൻ തന്നെ പറഞ്ഞില്ലെങ്കിൽ അതൊരു നെറികേടാവും. അതുകൊണ്ട് ഞാൻ അന്നിട്ട വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. അതിനുശേഷം നമുക്ക് പുതിയത് കാണാം. പണ്ടത്തെ മൺ റോഡായിരുന്നെങ്കിൽ ഇതിൽ എത്ര മെച്ചമായിരുന്നു. കാരണം അതിലിങ്ങനെ ചാടാണ്ട് പോകാനെങ്കിലും പറ്റും. ഇതിപ്പോ പിന്നെ എന്താ പറയണ്ടേ, റോഡ് പേരിന് ടാറിംഗ് റോഡാണ്. ഇത് ടാറിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? ഓരോ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡായിരുന്നു. അവസ്ഥ കണ്ടോ, പാതാളം. അപ്പോൾ ആ പഴയ റോഡ് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഇപ്പം ആ പണി തീർന്ന പുതിയ റോഡ് നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടല്ലോ നമ്മുടെ ആ റോഡിന്റെ ഭംഗി. പഴയ റോഡും ഇപ്പോഴത്തെ റോഡും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും മനോഹരമായിട്ടാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, എന്നെപ്പോലെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇതിനകത്ത് നമുക്കൊരു കുറ്റം പറയേണ്ടതായ ഒന്നും അവർ ചെയ്തിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഇറിഗേഷൻ വകുപ്പിന്റെ സൈഡിൽ നമ്മുടെ പഴശ്ശി അണക്കെട്ടിൽ വെള്ളം കയറി കിടക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട്. ആ സൈഡെല്ലാം മൊത്തം നന്നായിട്ട് കരിങ്കല്ല് വെച്ച് കെട്ടി ഇടയ്ക്കിടയ്ക്ക് പില്ലറൊക്കെ വാർത്ത് വൃത്തിയായിട്ടാണ് കയറിയിരിക്കുന്നത്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന പോലെ അതിഗംഭീരമായ നിർമ്മിതി എന്നൊക്കെ തന്നെ പറയാം. ഈ റോഡിന്റെ വർക്ക് എടുത്തത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. കണ്ടിടത്തോളം ഇതുവരെ എൻ്റെ ഓർമ്മയിൽ ഇത്ര മനോഹരമായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എൻ്റെ ഒന്നും നാട്ടിൽ ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു റോഡ് പണി നടക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ഇതാരെയും പൊഴുത്തി പറയുന്നതല്ല കേട്ടോ. ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നേട്ടം നിങ്ങളോട് പറയുമ്പോൾ ഒരു പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് വേറെ ആരുമല്ല, മട്ടന്നൂർ മണ്ഡലത്തിലെ MLA, നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിന്റെ ശക്തമായ ഇടപെടലുകളും അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയവുമാണ് ഈ റോഡ് ഇത്ര മനോഹരമായിട്ട് ഇത്ര പെട്ടെന്ന് പണി തീർന്നതെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ഈ റോഡിന്റെ നിർമ്മാണ സമയത്ത് പല രീതിയിലുള്ള തടസ്സവാദങ്ങൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും മറ്റ് പല സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കറിവ്. പക്ഷേ ടീച്ചറെ ശക്തമായ ഇടപെടൽ അതൊക്കെ തരണം ചെയ്തു ഇന്ന് ആ റോഡ് ഗംഭീരമായിട്ട് പണി തീർത്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അത് ഈ നാട്ടിലെ ഒരുവിധം എല്ലാ ആളുകൾക്കും രാഷ്ട്രീയ ഭേദമന്യേ അറിയാം. അതോടൊപ്പം തന്നെ പറയേണ്ടത്, നമ്മളെ ഈ നാട്ടിലെ സാധാരണ വാർഡ് മെമ്പർമാർ മുതൽ പഞ്ചായത്ത് അംഗങ്ങൾ വരെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിലിട്ട വീഡിയോയിൽ അവരെക്കുറിച്ചൊന്നും പരാമർശിച്ചില്ല. പക്ഷെ അവരെക്കുറിച്ച് പരാമർശിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം വാർഡ് മെമ്പർമാർ മുതൽ മുൻപിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവരെ കാണുമ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇതോടൊപ്പം സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പ്രത്യേകിച്ച് ഞാൻ തന്നെ പറയണം. ശ്രീ തോമസ് ഐസക് അടക്കമുള്ള മുഴുവൻ ആളുകളുടെയും പല പോസ്റ്റുകളിലും കിഫ്ബിക്ക് എതിരെ ഏറ്റവും കൂടുതൽ കമന്റുകൾ ഇട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ റോഡ് ഏറ്റെടുത്ത് ചെയ്തത് കിഫ്ബിയാണ്. കിഫ്ബി എടുത്തതിന് ശേഷമാണ് ഇരിക്കൂർ കൺസ്ട്രക്ഷന് ഇത് സബ് കോൺട്രാക്ട് കൊടുത്തതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഈ റോഡിന്റെ പണി തുടങ്ങിയപ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഇതിന്റെ പകുതി പോലും ക്വാളിറ്റിയിൽ ഇത് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വീതി കൂടുമെന്നോ ഇത്രയും മനോഹരമായ രീതിയിൽ നിർമ്മിക്കുമെന്നോ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ തന്നെ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഞാൻ മാത്രമല്ല, ഒരാളും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഘട്ടം ഘട്ടമായി പണി തീരുമ്പോഴാണ് അതെത്ര മനോഹരമായിട്ടാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ വരകളും മറ്റും പൂർത്തിയാക്കിയത്. അത് കുറച്ചുകൂടി ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ റോഡിന്റെ ഇരുഭാഗത്തും ബാലൻസ് വന്ന ടാറിങ്ങിന് ശേഷം ബാലൻസ് വന്ന ഏരിയ മുഴുവൻ തന്നെ കോൺക്രീറ്റ് ഇട്ടിട്ട് വളരെ മനോഹരമാക്കുന്നുണ്ട്. ഇത്രയും മനോഹരമാക്കിയതിന് ശേഷം ഈ ജലസേചന വകുപ്പോ അല്ലെങ്കിൽ കേബിളിന്റെ പണിക്കാർ ആരും വന്ന് കുത്തിപ്പൊളിക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം കാണുന്ന എല്ലായിടത്തും അങ്ങനെയാണല്ലോ സാധാരണ. ഈ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടത്, കേരളത്തിൽ വന്ന മാറ്റം നമുക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇപ്പം കർണാടക സ്റ്റേറ്റിലും മറ്റും പോയി നോക്കണം. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കർണാടകത്തിലേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പം നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണിത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കർണാടക സ്റ്റേറ്റിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമായ വീരാജ്പേട്ടയാണ്. കൂർഗ്, കൊടകിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ആ ടൗണിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ മേലെ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടൈക്കനാൽ പോയിരുന്നു. 4-5 ദിവസത്തെ യാത്ര. ഏകദേശം 1350 കിലോമീറ്റർ പോയി തിരിച്ചു വരുമ്പോഴേക്കുമായി. അതിൽ കേരളത്തിൽ
കടന്നുപോയ ഒരു സ്ഥലത്തും ഒരു ഗട്ടർ പോലുള്ള റോഡിൽ ഇറങ്ങിയതായിട്ട് നമ്മുടെ ഓർമ്മയിലില്ല. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന NH-66 ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അഥവാ അങ്ങനെയുള്ള റോഡുകൾ കണ്ടെങ്കിൽ തന്നെ അത് ചെറിയ കുഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ചില റോഡുകൾ മാത്രമാണ്. ബാക്കി എല്ലാ റോഡുകളും അതിഗംഭീരമെന്ന് പറയാതിരിക്കാൻ വയ്യ. റോഡുകളുടെ കാര്യത്തിൽ സന്തോഷം തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കണ്ടു. അപ്പം മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ഒരു കാലത്ത് പറയുമായിരുന്നു കർണാടകത്തിലെ റോഡുകൾ നോക്കൂ, അല്ലെ തമിഴ്നാട്ടിലെ റോഡുകൾ നോക്കൂന്ന്. ഇപ്പം നമുക്ക് നേരെ തിരിച്ചാണ് പറയേണ്ടത്. മുൻപൊക്കെ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെ കർണാടകത്തിൽ നിന്നോ കേരളത്തിലേക്ക് കയറുമ്പോൾ തന്നെ പല പല റീൽസുകളുണ്ട്. പഴയ റീൽസൊക്കെ എടുത്ത് നോക്കാൻ അറിയാം, കച്ചറ പിടിച്ച റോഡുകൾ. ഇന്ന് അതെല്ലാം മാറി ഈ കാണുന്നത് നമ്മുടെ NH-66 ആണ് കേട്ടോ. പണി തീർന്ന ഏരിയയിൽ, ഞാൻ ആ തൃശ്ശൂരിനപ്പുറത്തേക്ക് ഉള്ളൊരു ഏരിയ ആണെന്ന് എൻ്റെ ഓർമ്മ. ഇതിൽ പോകുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വളരെ അഭിമാനം തോന്നി. ഏകദേശം 20 വർഷം മുമ്പ് ഗൾഫിൽ ചെല്ലുമ്പോൾ അവിടുത്തെ 6 ലൈനിലെ റോഡുകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എപ്പോഴാണ് നമ്മളെ നാട്ടിൽ വരിക എന്ന്. 20 വർഷത്തിന് ശേഷമാണെങ്കിലും ഇന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലും ഇത്തരം റോഡുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ അത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയ ചായ്വുകൾ ആരും തന്നെ പറയാൻ പാടില്ല. കാരണം നമ്മളെ നാട്ടിലെ നേട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കൂടെയാണ്. അതിലെല്ലാ പാർട്ടികളുണ്ട്, എല്ലാ ജാതികളുണ്ട്, എല്ലാ മതങ്ങളുമുണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ നമ്മളെല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കണം. ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന ചില നെഗറ്റീവുകൾ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ റോഡുകൾ പൊട്ടിയതും അല്ലെ പാലം ഇടിഞ്ഞു വീണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങളുണ്ടല്ലോ. ഇതൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണക്കാരായ ഏത് സർക്കാരായാലും അത് പാർട്ടി നോക്കാതെ നമ്മൾ അവരെ കൈയടിച്ച് അഭിനന്ദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ അത് അവർ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അഭിനന്ദിക്കേണ്ട, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്നതാണ് ഇവരുടേതാണ്, അങ്ങനെയൊന്നുമല്ല. നമ്മളെ മൊത്തത്തിലുള്ള നേട്ടങ്ങളാണിതൊക്കെ. അപ്പോൾ അത് ആര് കൊണ്ടുവന്നാലും അവരെ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് എല്ലാവരും കാണിക്കണം. ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ജയിച്ചവരും തോറ്റവരും തമ്മിൽ ഒരു വിരോധം വെക്കാതെ വിദേശ രാജ്യങ്ങളിൽ കാണുന്നില്ലേ, അതുപോലെ ഒന്നായിട്ട് നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും സ്വപ്നം കാണണം. ഇതുപോലെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. നമ്മുടെ യുവതലമുറ ഈ നാട് വിട്ടു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട എല്ലാ നല്ല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ നാടിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭരിക്കുന്നവരും ഇനി ഭരിക്കാൻ പോകുന്നവരും ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട് സ്വിറ്റ്സർലൻഡ് അല്ല, അതിനേക്കാളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയധികം സോഴ്സുകൾ നമുക്കുണ്ട്. നമ്മളോ നമ്മളുടെ യൗവനം നല്ല പ്രായങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയപ്പോൾ ഇനിയുള്ള തലമുറ നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ തന്നെ നിന്ന് വളരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന തെറ്റല്ലല്ലോ. അതുകൊണ്ട് ഈ നാട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഈ നാട്ടിലെ വരും തലമുറ ഈ നാട് വിട്ട് പോകാതെ ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു സാഹചര്യം മുന്നോട്ടുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ നന്ദി.